ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടുകളിലൊക്കെ നമ്മൾ ബാത്റൂമൊക്കെ ചെയ്യുന്ന സമയത്ത് വാൾ ഹാങ് ക്ലോസറ്റുകൾ നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ക്ലോസറ്റുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫിഷർ ഓൾറെഡി ഭിത്തിമേ അടിച്ചതിന് ശേഷമാണ് ടൈറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് എത്രത്തോളം ഉറപ്പ് കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫിഷറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഭിത്തിയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും അത് മാത്രമല്ല ചില ക്ലോസറ്റുകൾ ഭയങ്കര വെയിറ്റ് കൂടിയ ക്ലോസറ്റുകളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ സേഫ്റ്റി ആയിട്ട് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. ഇതിപ്പോൾ ഓൾറെഡി വാൾ ഹാങ് ക്ലോസറ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, ഭിത്തിയിലാണ് ചെയ്തിരിക്കുന്നത്. ഭിത്തിയിൽ ചെയ്ത് കുറച്ചുകൂടി വെറൈറ്റിയാണ്. ഇതിൻ്റെ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അലൈൻകി ടൈപ്പാണ് ഈ ക്ലോസറ്റ് വരുന്നത്. അതായത് ഉള്ളിൽ അലൈൻകി ഇട്ടിട്ടാണ് ടൈറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ കണ്ടോ പുറത്തേക്ക് ഈ ക്ലോസറ്റിൻ്റെ പുറത്തേക്ക് വന്നിരിക്കുന്ന ആ ഫിറ്റിങ്സാണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഭിത്തിക്ക് പുറത്തേക്ക് തുളച്ചതിന് ശേഷം ഒരു മെറ്റൽ പ്ലേറ്റ് 2 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ 3 ഇഞ്ചിൻ്റെയോ വീതി വരുന്ന ഒരു നിസ്സാര കനവും വരുന്ന ഷീറ്റ്, അതായത് നമ്മുടെ മെറ്റൽ ഷീറ്റാണ് വരുന്നത്. മെറ്റൽ ഷീറ്റ് നമ്മൾ കറക്റ്റായിട്ട് തുളച്ചതിന് ശേഷം അതിൻ്റെ അകത്തു നിന്ന് ബോൾട്ടിട്ട് ആണ് ടൈറ്റ് ചെയ്തിരിക്കുന്നത്. ഫിഷർ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി സേഫ്റ്റിയാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. കാരണം ഭിത്തിക്ക് പുറത്താണ് പിടുത്തം വരുന്നത്. കാരണം കറക്റ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ആ പ്ലേറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചു. അതിന് ശേഷം നമ്മുടെ നെറ്റ് ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് അകത്തുനിന്ന് വരുന്ന റാഡാണ് വന്ന് ഈ റാഡിലാണ് നമ്മുടെ ക്ലോസറ്റ് ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലോസറ്റിൽ നമ്മൾ അവിടെ നിന്ന് എത്ര വെയിറ്റ് വന്നാലും ഈ ഫുൾ വെയിറ്റ് വരുന്നത് ഭിത്തിക്ക് പുറത്താണ് വരുന്നത്. മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ ഫിഷറിലാണ് വരുന്നത്. ഫിഷറിൽ നമ്മൾ നല്ല രീതിയിൽ ഫിഷർ കാര്യങ്ങൾ ചില സ്ഥലത്ത് നമ്മൾ ഫിഷർ അടിക്കുന്ന സമയത്താണെങ്കിൽ അത് കറക്റ്റ് ഭിത്തിയുടെ 2 കല്ലിൻ്റെ പൊഴിയിലാണ് വരുന്നത്. 2 കല്ല് പണിതതിൻ്റെ സെൻറ്ററിലുള്ള ആ പരിക്കല്ലാണ് ഫിഷർ വരുന്നതെങ്കിൽ ഉറയ്ക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പിന്നെ എത്രയൊക്കെ നമ്മൾ ടൈറ്റ് ചെയ്താലും ആ ഫിഷർ അതിൻ്റെ ഉള്ളിൽ ഉറയ്ക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് ഭാവിയിൽ ആ ഫിഷർ ഇളകി വന്നിട്ട് ക്ലോസറ്റ് താഴെ വീണ് പൊട്ടാനും വലിയ അപകടമൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഇത്തിരി പണി കൂടുതലാണെങ്കിൽ നമ്മൾ പുറത്തേക്ക് തുളച്ചതിന് ശേഷം മെറ്റൽ ഒരു ഷീറ്റ് ഇട്ടതിന് ശേഷം അത് തുളച്ച് ടൈറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പുറം ഭിത്തിയിൽ വരുന്ന ബാത്റൂം ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത് ആദ്യം എല്ലാ വർക്ക് കഴിഞ്ഞതിന് ശേഷം 4 ഇഞ്ചിൻ്റെ പൈപ്പിൻ്റെ സൈഡിൽ കണ്ടോ, അപ്പോൾ ആ പൈപ്പിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സേഫ്റ്റി ആയിട്ട് ഒരു വാൾ ഹാങ് ക്ലോസറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇപ്പോൾ നമ്മൾ ഈ വെച്ചിരിക്കുന്ന പ്ലേറ്റ് നമ്മൾ തേപ്പിന് ഫുള്ളായിട്ട് നമ്മൾ തേച്ച് ക്ലിയർ ചെയ്ത് അപ്പോൾ ഈ പ്ലേറ്റ് ഒരിക്കലും കാണില്ല. ഇപ്പോൾ നെറ്റ് ബോൾട്ട് കാര്യങ്ങളൊന്നും അത് കാണില്ല. വളരെ നീറ്റായിട്ടിരിക്കും. ഇങ്ങനെയാണ് ചെയ്തിരുന്നത് പോലും നമുക്ക് അറിയാൻ സാധിക്കില്ല. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.